ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്ന കേട്ടോ. കുഞ്ഞിന് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറുക്ക് കൊടുക്കും കേട്ടോ കുഞ്ഞിന് രാവിലെ തന്നെ ഭയങ്കര വിശപ്പാട്ടോ. രാവിലെ തന്നെ വഴക്കായിരുന്നു എന്നോടെ. പിന്നെ ഞാൻ കുറുക്ക് അങ്ങ് കൊടുക്കുവാണേ. പിന്നെ രാവിലെ തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇനി ഏറ്റവും വലിയ പരിപാടി. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് വെള്ളം പിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആഴ്ച 2 ദിവസമുള്ളൂ വെള്ളം. പിന്നെ പിടിച്ചു വെക്കാതിരിക്കാനും പറ്റുകയില്ല കേട്ടോ. ഇവിടെ വെള്ളക്ഷാമമുള്ള സ്ഥലമാണ് കേട്ടോ. ഈ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത്. അകത്ത് പൈപ്പ് കണക്ഷനുണ്ട്. അടുക്കളയിൽ ഇച്ചിരി സൗകര്യം. പിന്നെ അടുക്കള ആവശ്യത്തിനായിട്ട് പിന്നെ ബക്കറ്റിലും പിന്നെ ചെറിയൊരു ബീപ്പയുണ്ട്. അതിൻ്റെ അകത്തും വെള്ളം പിടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് പാത്രം കഴുകാനൊന്നും കുടിവെള്ളമായിട്ട് എടുക്കുന്നതാണ്. പിന്നെ കുടത്തിലും അത്യാവശ്യം പാത്രത്തിലും ബക്കറ്റിലൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഇല്ലാതെ വരുമ്പോൾ പാത്രം കഴുകാൻ വേണ്ടി ഞാൻ ഊറ്റി എടുക്കും കേട്ടോ. അപ്പം വെള്ളം പിടുത്തം ഇന്നത്തെ മെയിൻ പരിപാടി കേട്ടോ. എണ്ണം കുഞ്ഞിനെ ഇട്ടുകൊണ്ട് പിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ ഓസ് വലിക്കാനും പിടിക്കാനെല്ലാം പോകുന്നത് അവൻ ആ പുറകെ ചാടുവേ. അവനെ നോക്കി വെള്ളം പിടുത്തമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചേട്ടാള ദിവസം കുഴപ്പമില്ല, ഇന്ന് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യം വരുന്നില്ലായിരുന്നു. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാണ് വെള്ളം കയറി വന്നത്. പിന്നെ അതൊക്കെ നിറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു ബക്കറ്റിലോട്ട് ഓസ് ഇട്ടുകൊണ്ട് അങ്ങ് പോയത്. കാരണം അല്ലെങ്കിൽ അവിടെ പോയി പൂട്ടിയിട്ട് കയറി വരുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ നേരെ വെള്ളം അടുത്ത ജാറിലോട്ട് കണക്ട് ചെയ്താൽ വെച്ചത്. ബാത്റൂമിലോട്ടുള്ള ജാറാട്ടോ. അതിൻ്റെ അകത്തേക്കും വെള്ളം പിടിച്ച് നിറച്ച് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഴ്ച 2 പ്രാവശ്യം വരുന്നപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. പിന്നെ അലക്കുന്ന സ്ഥലത്തോട്ടും ഉണ്ട്. അത് നിറഞ്ഞ് കഴിയുമ്പം പിന്നെ അലക്കുന്ന സ്ഥലത്തോട്ടും പിടിച്ച് വെക്കും ഞാൻ കേട്ടോ. പിന്നെ ഓസ് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. ഒടിഞ്ഞ് കിടന്നതിന് വെള്ളം വരികയില്ല കേട്ടോ. പിന്നെ ഞാനത് നിവർത്തിട്ട് അങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ചെടിയും കൂടെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാലും പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന കൂടെ ഞാൻ പിന്നെ ചെടിയും കൂടെ നനയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 പുതിയ ചെടിയും കൂടെ പ്ലാന്റ് ചെയ്തായിരുന്നേ. ഇത് റീപ്ലാന്റ് ചെയ്തതാണ് കേട്ടോ. പുതിയതൊന്നും പറയാൻ പറ്റുകയില്ല, കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുരടിച്ച് നിൽക്കുമായിരുന്നു. കാരണം ഞാൻ വെള്ളമൊന്നും നനയ്ക്കുന്നൊന്നുമില്ലായിരുന്നു, എനിക്ക് മടിയായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ മുരടിച്ച് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ റീപ്ലാന്റ് ചെയ്ത ചെടിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വളർന്ന് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. തൂക്കിടേണ്ടതാണ്, പക്ഷേ സൗകര്യക്കുറവുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് വെച്ചേ. പിന്നെ വെള്ളം ഒഴിക്കാൻ അവിടെ വെക്കുന്നതാണ് എളുപ്പമേ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തിണ്ണ തൂത്തിടുന്നുണ്ട് കേട്ടോ. രാവിലെ അടിച്ച് വാരി ഇട്ടതാണ്. പക്ഷേ ഓസൊക്കെ വലിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ എല്ലാം പിന്നെ പൊടി ചാടിയായിരുന്നു. പിന്നെ ഞാൻ അടിച്ച് വാരി വൃത്തിയായിട്ടൊന്ന് തുടച്ചു വിടുന്നുണ്ട്. കുഞ്ഞിനെൻ്റെ ഒക്കത്തുനിന്നാണ് താഴെ ഇറങ്ങത്തേ ഇല്ല. എൻ്റെ ഉടുപ്പെ പിടിച്ച് നിൽക്കുകയും വലിഞ്ഞേരമാണ് ഇപ്പോൾ പ്രധാന പരിപാടി. അവനെ വെച്ചുകൊണ്ട് പണി ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പോൾ ശീലമായേ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കയറി വന്നു. അകത്തപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തിരുത്തിയിട്ടാണ് ഇറങ്ങിയത്. ബിസ്ക്കറ്റ് എല്ലാം അവിടെ ആക്കിയായിരുന്നു. പിന്നെ ഞാൻ തൂത്ത് വാരി ഇട്ടു കേട്ടോ. അവിടെ എല്ലാം രാവിലെ അടിച്ച് വാരിയതായിരുന്നു. പിന്നെ കുഞ്ഞു പിള്ളേരുള്ളവർക്ക് അറിയാമല്ലോ, ഇരട്ടി പണിയാണ്. തുടർന്നും പിടിക്കുന്ന എല്ലാം പണിയാണ്. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് അടിച്ച് വാരി തുടച്ചിടുന്നുണ്ട് കേട്ടോ. നല്ല ലോഷനല്ല, ഒരു ലോഷൻ്റെ മണമാണ് മുകളിലോട്ട് അടിച്ച് കയറും കേട്ടോ. അടിപ്പം ലോഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ മണവേ. കാരണം എന്നാ മണമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാമച്ചത്തിൻ്റെ അതും ഇതെല്ലാം എന്തൊക്കെയോ മിക്സുകൾ ചേർന്നാണേ. അപ്പോൾ ഇതിന് കുഞ്ഞിനാടെ ഓടി വരുന്നു അടുക്കളയിലോട്ട്. കാരണം വെള്ളത്തിൽ കളിക്കാൻ വരുന്ന കേട്ടോ. ഞാൻ പിന്നെ തോളയിലോട്ട് എടുത്തങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം വൃത്തിയായിട്ട് തുടച്ചിരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് തുടക്കലാണേ. കുറച്ച് ദിവസമായി ഓർക്കണം ഫ്രിഡ്ജ് ശരിക്കും തുടച്ച് കഴുകി അതിൻ്റെ അകത്തെ ട്രേ എല്ലാം തുടച്ചും കഴുകി വെക്കണമെന്ന് ഓർക്കും. പക്ഷേ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയം കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വെച്ചു. എല്ലാ പൊടി അഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. കുഞ്ഞൻ വന്ന് ചാടി ഫ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. എന്നാണോ ചെയ്യുന്നത്, ഇവിടെ ചെന്നാലും ഇവൻ വലിഞ്ഞ് കയറും. പിന്നെ അവനെ ഞാൻ മാറ്റി ഇരുത്തിയിട്ട് അവിടെ എല്ലാം തുടച്ച് പെറുക്കി ഇടുന്നുണ്ട് കേട്ടോ. രസമാണ് ഇവൻ്റെ കാര്യമേ. രാവിലെ എഴുന്നേക്കും കേട്ടോ. ഞാൻ എഴുന്നേക്കുന്നൂടെ എഴുന്നേക്കും. എന്നിട്ട് എൻ്റെ പുറകെ നടന്ന് എന്നും വഴക്കാം കേട്ടോ. പക്ഷെ അതൊരു രസമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനൊരു ഭയങ്കര ഒരു കുസൃതിക്കുണ്ടനാണേ. നല്ല രസമാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം. അവൻ്റെ കളിയും ബഹളവും എല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞാൻ വൃത്തിയായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ട്രേയും ഓരോന്നോരോന്ന് എടുത്താണ് തുടച്ച് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നല്ല പൊടി അഴുക്കുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം ആയതുകൊണ്ട് തന്നെ പിന്നെ നന്നായിട്ട് പൊടി പിടിക്കും കേട്ടോ. പിന്നെ ഇതെല്ലാം വെക്കുന്നുണ്ട്. എനിക്ക് ഫ്രിഡ്ജ് പറ്റുകയില്ല. ഇച്ചിരി വലുത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം എല്ലാം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ രാവിലെ ഒരുമിച്ചാണ് ഇപ്പോൾ കഞ്ഞി വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കും. പിന്നെ കറി ഇതെല്ലാം വെക്കാൻ വേണ്ടി സ്ഥലം തികയില്ല കേട്ടോ. പിന്നെയും അവൻ പോയി ഫ്രിഡ്ജിൽ കയറാൻ നോക്കുമായിരുന്നു. ഞാൻ പിന്നെ അവനെ മാറ്റിയിരുത്തി കേട്ടോ. പിന്നെ ഞാൻ ട്രേ എല്ലാം എടുത്തുകൊണ്ടൊന്ന് കഴുകാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല പണിയാണ് കേട്ടോ ഇത് കഴുകൽ. കാരണം അവിടെ ഇവിടെ എല്ലാം ചെളി പിടിച്ചിട്ടും കഴുകി വൃത്തിയാക്കി എടുക്കൽ ഏറ്റവും വലിയ പണിയാണ് കേട്ടോ. പിന്നെ 2 ഐസ് ട്രേയും ഒരു മുട്ട ട്രേയും ഉണ്ട് കേട്ടോ. ഇത് ചേട്ടായുടെ ഫ്രിഡ്ജാണ് കേട്ടോ. ചേട്ടായി മേടിച്ചാണേ. എനിക്ക് വലിയ തുറന്ന് മേടിക്കണമെന്നുണ്ട് കേട്ടോ. ആഗ്രഹമാണ് എൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ. പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദൈവം എല്ലാം നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും നടത്താനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ സ്വന്തം വീടൊന്നുമല്ല കേട്ടോ. ഇത് ഞങ്ങൾ വാടക വീടാണ് കേട്ടോ.
പക്ഷെ എന്നാലും ഞാൻ സ്വന്തം വീട് പോലെയാണ് നോക്കുന്നത്. റെൻ്റാട്ടോ ഈ വീട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 8 മാസമായാലും ആയിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ വന്നിട്ട്. ഇതിന് മുന്നേ 2 വർഷം മുന്നേ വേറൊരു വീട്ടിലായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് ഇടയിൽ വീടുണ്ട് എങ്കിലും ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണേ. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നിടത്ത് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. തേച്ച് കഴിയുമ്പോഴല്ലേ ഞാൻ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഓർക്കുകയാണ്. എൻ്റെ ഓരോ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തെടുക്കുക കേട്ടോ. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നടന്നതും നടക്കാനിരിക്കുന്നതും ഇനി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർത്തെടുക്കുക കേട്ടോ. അതിടയ്ക്ക് കുഞ്ഞം എന്ന് അവിടെ നിന്നിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രധാന കളിസ്ഥലം എന്ന് പറയുന്നത് ചിമ്മിനിയുടെ കീഴേ കേട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും കയറ്റി വിടുകയില്ല, കാരണം വല്ല പഴുതാരി അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ലല്ലോ. പക്ഷേ അവൻ അവിടെയാണ് അവൻ്റെ കളിസ്ഥലം. എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് മാറുകയില്ല കേട്ടോ. പിന്നെ കുഞ്ഞല്ലേ, അറിയത്തൊന്നുമില്ലല്ലോ. പിന്നെ അതെല്ലാം കഴുകി സെറ്റാക്കി വെച്ചു. പിന്നെ അതിൻ്റെ അകത്തോട്ട് വെക്കാൻ നേരം എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. തിരിച്ച് വെക്കലാണ് എനിക്ക് പാടെ. എനിക്കങ്ങനെ വെക്കേണ്ടതെന്നൊന്നും ചിലപ്പം ഓർമ്മ കിട്ടുകയില്ല കേട്ടോ. ചെയ്തെടുക്കുന്ന എല്ലാം ചില സമയത്ത്, കാരണം ഇപ്പം ഇങ്ങനെ വലിഞ്ഞും കൂടെ കയറുന്നതുകൊണ്ടേ പണി ചെയ്യലും കുഞ്ഞിനെ നോക്കോ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും എനിക്ക് പപ്പായി പോകും കേട്ടോ. പിന്നെ ഞാൻ വെച്ചപ്പോൾ ശരിയായില്ല. പിന്നെ ഞാൻ ശരിക്കും നോക്കിയിട്ടൊക്കെ തിരിച്ച് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ ട്രേയെ. അതങ്ങനെ എടുക്കാൻ നേരം ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ എങ്ങനെയാണോ തിരിച്ച് വെക്കാനാണ് എനിക്ക് പാട് കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെക്കാം. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോർ അടയുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അടിയിലത്തെ ട്രേ ശരിക്കും കയറിയിട്ടില്ലായിരുന്നു. പിന്നെ അത് ഞാൻ ശരിക്കും കയറ്റി വെച്ച് ഫ്രിഡ്ജ് അടച്ചു വെച്ചു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2-3 മുരിങ്ങക്കായ പറിക്കാനാണ്. താഴത്തെ വീട്ടിൽ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി കേട്ടോ. മുരിങ്ങക്കായെന്ന് പറഞ്ഞാൽ നിറച്ചും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് പറിച്ചായിരുന്നു ഞങ്ങൾ. പിന്നെ ഇപ്പോൾ കുറച്ചേ നിൽപ്പുള്ളൂ കേട്ടോ. ആ സമയത്ത് കുഞ്ഞിനെ ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ മുറ്റത്ത് ചാടിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കുകയില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ വാരിപ്പറിച്ച് ചേർത്തു കേട്ടോ, കാരണം എത്തുന്നില്ലായിരുന്നു. പിന്നെ വലിച്ചിട്ടൊന്നും വരുന്നുമില്ലായിരുന്നു. പിന്നെ 5-10-15 കിട്ടി. ഞാനതെല്ലാം വാരി പെറുക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, അടിപൊളി കേട്ടോ. ശകലം മൂത്ത് പോയിട്ടുണ്ട്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പിന്നെ ചോറ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇച്ചിരി ചോറ് എടുക്കുന്നുള്ളേ, കാരണം ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ട് ഈയിടെയായിട്ട് കേട്ടോ. എനിക്ക് ഡയറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. കാരണം ഭക്ഷണം കാണുമ്പോഴത്തേന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറേശ്ശെയൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ വറുത്തും മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.